അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഷിപ്പ്. അതിൽ ലോഡ് ചെയ്തിരിക്കുന്നതാണ് ഈ വിൻഡ് മില്ലിൻ്റെ ടവേഴ്സാണ്. വിൻഡ് മില്ലിൻ്റെ ടവേഴ്സാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഇത് ഡെക്കാണ്. ഡെക്കിലത്തെ സംഭവമാണ് നിങ്ങൾ കാണുന്നത്. അതേപോലെ അതിൻ്റെ വാട്ടർ ലെവലിന് അടിയിലുണ്ട്, കാർഗോ ഹോൾഡിലുണ്ട് കാർഗോ. അപ്പോൾ ഈ വിൻഡ് മില്ല് ടവേഴ്സ് ഞങ്ങൾ ലോഡ് ചെയ്തിരിക്കുന്നത് വിയറ്റ്നാത്തിലാണ്. വിയറ്റ്നാത്തിൽ സായ്ഗോൺ എന്ന് പറഞ്ഞ സ്ഥലം, ഹോച്ചിമിൻ അടുത്താണ്. അവിടെ നിന്നാണ് ഈ ടവേഴ്സ് നമ്മൾ ലോഡ് ചെയ്തത്. ഇനി ഈ ടവേഴ്സ് നമ്മൾ ജർമ്മനിയിൽ കക്ക് 7ലേക്കാണ് കൊണ്ടുപോകുന്നത്. അതൊരു 32 ഡേയ്സ് സെയിലിംഗ് ആണ്. പിന്നെ നമ്മളിപ്പോൾ ഇന്നലെയാണ് ഞങ്ങൾ സൂയിസ് കനാൽ പാസ് ചെയ്തത്. സൂയിസ് കനാൽ വഴിയാണ് ഈ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇന്നലെയാണ് അത് പാസ്സായത്. നമ്മളിപ്പോൾ മെഡിറ്ററേനിയൻ സീയിലേക്ക് കയറി. ഈ കാണുന്നതാണ് മെഡിറ്ററേനിയൻ. മെഡിറ്ററേനിയനിൽ കയറി കഴിഞ്ഞാൽ കുറേ ഷിപ്പുകൾ കാണാം കേട്ടോ. അതുവരെ ഇത്തിരി കുറവാണ് കാണുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മെഡിറ്ററേനിയനിൽ കയറി. കാലാവസ്ഥ ഇത്തിരി തണവായി തുടങ്ങി. ഇനി അങ്ങോട്ട് നോർത്തിലേക്ക് പോകും തോറും ജിബ്രാൾട്ടർ കഴിഞ്ഞ് നോർത്തിലേക്ക് തിരിയുമ്പോൾ ശരിക്കുള്ള കാലാവസ്ഥയുടെ ഇവിടുത്തെ വ്യത്യാസങ്ങൾ ചേഞ്ചസ് അനുഭവപ്പെട്ടുള്ളൂ. ജർമ്മനിയിൽ ഇപ്പോൾ 5 ഡിഗ്രി 4 ഡിഗ്രി 2 ഡിഗ്രി ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. വിൻ്ററാണ്. വിൻ്റർ കഴിഞ്ഞു എന്നും പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വിൻ്റർ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാർച്ച് ഏപ്രിൽ വരെയൊക്കെ തണവ് തന്നെയാണ്. ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ തന്നെയാണ് അവിടെ നിൽക്കുക. അപ്പോൾ നമ്മൾ ഈ കാർഗോ വെസ്റ്റാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. വെസ്റ്റാസ് ആണ് ഇതിൻ്റെ മാനുഫാക്ചറർ. അവർ അവിടെ നിന്ന് വിയറ്റ്നാത്തിൽ നിന്ന്. ഇപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് ട്രിപ്പാണ്. ഞാനിപ്പോൾ ഓഗസ്റ്റിൽ കയറിയതാണ്. ലാസ്റ്റ് 2022 ഓഗസ്റ്റിൽ കയറിയതാണ്. അപ്പോൾ അപ്പോഴും ഞാൻ കയറിയത് വിയറ്റ്നാത്തിൽ ഹോച്ചിമിനിലാണ്. ഹോച്ചിമിനിൽ നിന്ന് ഈ കാർഗോ തന്നെയാണ് ഞങ്ങൾ എടുത്തത്. വെസ്റ്റാസിൻ്റെ വിൻഡ് മിൽ ടവേഴ്സാണ് എടുത്തത്. പക്ഷെ കഴിഞ്ഞ തവണ നമ്മളെടുത്തത് വിൻഡ് മില്ലിൻ്റെ ടവർ ഹോൾ ഇതിലായിരുന്നു. ഇതിപ്പം പാർട്സ് ആയിട്ടാണ് അവിടെ കാണുന്നത്. ഞാൻ അവിടെ അടുത്ത് എത്തിയിട്ട് കാണിച്ചു തരാം അതെന്താ സംഭവം. അത് അതിൻ്റെ സിലിണ്ടറിക്കൽ പാർട്സ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഞങ്ങൾ അങ്ങനെ 160 പീസസ് ആണ് ഇപ്പോൾ കയറ്റിക്കുന്നത്. കഴിഞ്ഞ തവണ 80 ഉണ്ടായിരുന്നുള്ളൂ. 80 എന്ന് പറയുമ്പോൾ ഫുൾ കാർഗോ ആയിരുന്നു. ഇത് 160 കയറ്റാൻ പറ്റിയത് അങ്ങനെ പീസാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് 160 പീസസ് ഇപ്പോൾ നമുക്ക് കയറ്റാൻ പറ്റിക്കുന്നത്. അപ്പോൾ ഇത് ജർമ്മനിയിലേക്ക് എത്തിക്കണം. ഇതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വിയറ്റ്നാത്തിൽ വെച്ചിട്ട് നമ്മുടെ ഷിപ്പിൻ്റെ ക്രെയിൻ ഉപയോഗിച്ചിട്ടായിരുന്നു ഈ കാർഗോ ഒക്കെ ലോഡ് ചെയ്തത്. 2 ക്രെയിൻ ഉപയോഗിച്ചിട്ട് 2 സൈഡിലും പിടിച്ചിട്ട്. അത്ര ലോങ് ആണ് ഈ സംഭവം. ഈ കാണുന്ന പോലെ ഇല്ല. അതൊരു ട്രക്കിലൊക്കെ കയറ്റി വെക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സൈസ് മനസ്സിലാവുള്ളൂ. ഇവിടെ അതിൻ്റെ സൈസ് മനസ്സിലാവില്ല. അപ്പോൾ ജർമ്മനിയിൽ ചിലപ്പോൾ മിക്കതും ഷോർ ക്രെയിൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഡിസ്ചാർജിങ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ കാണാം അവിടുത്തെ പരിപാടി എന്താണെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി എന്തായാലും മെഡിറ്ററേനിയൻ സീ കൂടെ നമ്മുടെ ഷിപ്പ് പാസ് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടു കാണുമല്ലോ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കാണിച്ചുതരാം. ഈ കാണുന്നതാണ് വോയിസ് ഡാറ്റ റെക്കോർഡർ എന്ന് പറയുന്നത്. ഇതെന്തിനാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിപ്പിൻ്റെ ബ്രിഡ്ജിൽ എന്ത് സംസാരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൈക്കുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ റോങ് ഓർഡേഴ്സാ അങ്ങനെ വല്ല പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പറയുമല്ലോ, ഓരോ കമാൻഡ്സ് പറയുമല്ലോ. ആ കമാൻഡ്സിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ടൊരു ഹെൽസ്മാൻ ഷിപ്പ് സ്റ്റീർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്യാപ്റ്റന് ഒരു ഓർഡർ കൊടുത്തു. ആ ഓർഡറിൽ ഹെൽസ്മാൻ ഷിപ്പ് സ്റ്റീർ ചെയ്തു. അപ്പോൾ ഓർഡർ തെറ്റായിരുന്നു, പക്ഷേ ഹെൽസ്മാൻ അതേ ഇതിലാണ് ഷിപ്പ് സ്റ്റീർ ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മളെന്തെങ്കിലും പ്രശ്നം വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അവർ നമ്മൾ ഷിപ്പിൻ്റെ ഉള്ളിൽ പറയുന്ന കമാൻഡ്സ് സംഭവങ്ങളെല്ലാം ഈ സംഭവത്തിൽ റെക്കോർഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സിസ്റ്റമാണ് ഈ വോയിസ് ഡാറ്റ റെക്കോർഡർ റിപ്പോർട്ട് ടു അതോറിറ്റീസ്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇതിൽ സ്റ്റോറാണ്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഈ കാണുന്നത്. ഒരു സിലിണ്ടർ പോലെ ഉണ്ട്.
അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇവിടെ ഡെക്കിലാണുള്ളത്. ഈ എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ പീസുകൾ. ഈ സംഭവം കണ്ട അവിടുത്തെ ഇതാണ് ശരിക്കും ഉള്ള ടവർ എന്ന് പറയുന്നത്. അതിൻ്റെ പീസുകളാണ്. ഈ പീസ് 3 ചേരുമ്പോഴാണ്. പക്ഷേ ഇതിൻ്റെ ഈ കാണുന്ന ടവറിൻ്റെ സൈസും ഇത് പീസാക്കിയിട്ട് നേരെയാക്കുന്ന സൈസും ചെറിയ വ്യത്യാസം വരും. അത് ഇത്തിരി വലുതാവും, അത്തിരി ഓവർ സൈസാണ്. അപ്പം അതുകൊണ്ടൊക്കെയാണ് അത് ഈ രൂപത്തിൽ കൊണ്ടുപോകുന്നത്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡിങ്ങും ഡിസ്ചാർജിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം ഇങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത്. അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് നമുക്ക് കാണാം ഇങ്ങനെ പരിപാടി. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാം അവിടെ ഇത് യെല്ലോ കളറിൽ 2 മാർക്കർ പോലെ കണ്ട റൗണ്ട് സർക്കിൾ. ഈ സംഭവം 1 2 3 4 5 6 അത് 6 പീസിൻ്റെ സെപ്പറേഷനാണ് ഈ സംഭവം കാണുന്നത്. അതൊരു ലോക്കിംഗ് സിസ്റ്റം കൂടിയാണ്. ഈ മൊത്തത്തിലുള്ളൊരു സംഭവം ഒറ്റ പീസാക്കിയിട്ട് അവർക്ക് ലോഡ് ചെയ്യാൻ പറ്റാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് ലോക്കിംഗ് സിസ്റ്റങ്ങളുണ്ട്. അവിടെ ഒരു ലോക്കുണ്ട്, ഇവിടെ ഒരു ലോക്കുണ്ട്. അങ്ങനെ ഈ ലോക്കിംഗ് സിസ്റ്റത്തിലാണ് അതിൻ്റെ ഇതിൽ അവർ ഈ ഒരൊറ്റ ഇതാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നത്. 6 പീസ് വരെയാണ് മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്നത് ഇങ്ങനെ. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് ചെയിനുകൾ. ഈ ചെയിൻ ഉപയോഗിച്ചിട്ടാണ് ലാഷ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ചെയിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് 20 tons ആണ് ഒരു ചെയിൻ നമുക്ക് ലോഡ് കൊടുക്കാവുന്നത്. അതേപോലെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24. അപ്പോൾ 24 ചെയിൻസാണ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലുള്ളത്. അപ്പോൾ ഇവിടെ 24 ചെയിൻ, ഈ സൈഡിൽ 24 ചെയിൻ. അപ്പോൾ ടോട്ടല് 48 ചെയിൻസാണ് ഇവിടെ ഉള്ളത്. അതേപോലെ എൻ്റെ അപ്പുറത്തെ സൈഡിലും 48 ചെയിൻസ് ഉണ്ട്. അപ്പോൾ 48 + 48 അതാണ് നമുക്ക് ടോട്ടൽ ഈ കാർഗോൻ്റെ ലാഷിങ്ങിൻ്റെ സീ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് അതിൻ്റെ ലാഷിങ് ഈ കാർഗോന് ഇതിനൊരു വെയിറ്റ് ഉണ്ട്, അതിനൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലാഷിങ് പ്ലാനാണ് ഇവിടെ കാണുന്നത്. പിന്നെ വേറെ സൈഡിലുണ്ട് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. ആ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാർഗോ ലാഷിങ് എന്ന് പറയുന്നത്. പിന്നെ ഈ സംഭവങ്ങൾ കണ്ടോ, ഇതാണ് ഡീറിങ് എന്ന് പറയുന്നത്. ഈ ഡീറിങ് ഒന്നും ഇവിടെ ഉള്ളതല്ല. ഇത് ഈ കാർഗോന് വേണ്ടി സ്പെഷ്യലായിട്ട് ഇവിടെ വെൽഡ് ചെയ്യണതാണ്. ഇത് കാർഗോ ഡിസ്ചാർജ് ചെയ്ത് ഈ ചെയിനൊക്കെ അയച്ചു കഴിയുമ്പോൾ നമ്മൾ ഡീറിങ് ഒക്കെ കട്ട് ചെയ്യും. കുറേ ഉണ്ട് ഡീറിങ്, ഡെക്ക് നിറച്ച ഡീറിങ്ങാണ് സംഭവത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് അൺലാഷ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കണ്ടമാനം ചെയിനുകൾ ഇങ്ങനെ ഒരുമിച്ചാണ്. ഇത് അൺലാഷ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹുക്കിടും, ഇവിടെ ഒരു ഹുക്കിടും, പിന്നെ അതിൻ്റെ ഒരു മെക്കാനിസം ഉണ്ട്, അതിവിടെ ഫിറ്റ് ചെയ്യും. എന്നിട്ട് ഈ മെക്കാനിസം വഴി ഈ ഹുക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം ലൂസാവും. അപ്പോൾ ഇത് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റിലീസ് ചെയ്യാം. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൂസായിട്ട് ചെയിൻ ഇങ്ങോട്ട് പോരും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം വരുന്നത്. അതൊക്കെ ചെയ്തൊരു എക്സ്പീരിയൻസ് ആകുമ്പോഴാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അത് നമുക്ക് കുസ്തി പിടിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഇതാണ് സിസ്റ്റം. പിന്നെ നമ്മളിത് ഇവിടെ വെച്ചേക്കണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ മെറ്റലിൻ്റെ എച്ച് ബീംസ് ഉണ്ട്, കണ്ട ആ കാണുന്നതാണ് എച്ച് ബീം. അങ്ങനെ ഒരു 3 പീസ് അവിടെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡണ്ണേജിട്ടുണ്ട്, സ്ലിപ്പറിക്ക് ഒരു കുറവ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡണ്ണേജ് ഇട്ടിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ നമ്മൾ സ്റ്റോപ്പേഴ്സും വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിനില്ല സ്റ്റോപ്പർ, പക്ഷേ സാധാരണ അങ്ങനെ സ്റ്റോപ്പേഴ്സും വെൽഡ് ചെയ്യും. അത് ഈ എച്ച് ബീം ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുമ്പോൾ എച്ച് ബീമിന് മൂവ്മെൻറ്റ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ കാണിച്ചു തരാം സ്റ്റോപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന്. അപ്പോൾ അതാണ് ഈ കാർഗോ. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് സ്റ്റോപ്പേഴ്സ് എന്ന് പറയുന്നത്. കണ്ട, ഇത് എച്ച് ബീമാണ്. എച്ച് ബീം ഈ സൈഡിലേക്ക് വരാണ്ടിരിക്കാൻ ഇവിടെ ഒരു സ്റ്റോപ്പർ ഉണ്ട്, ആ സൈഡിൽ അങ്ങനെയുണ്ട് ഒരു 2 സ്റ്റോപ്പേഴ്സ് ഉണ്ട്. ഇത് ഫുള്ളായിട്ടുള്ള ടവറാണ് കേട്ടോ. ഈ ടവറിൻ്റെ നടുവിലായിട്ടുള്ള വലിയ സ്പേസ് ഇല്ല, ആ സ്പേസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാർപ്പിലിയും വെച്ചേക്കുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവർ കളയും. ഈ ടവറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. കണ്ട, പ്രൊഡക്റ്റ് ടവർ, കംപ്ലീറ്റ് ടവറാണിത്.
കൺട്രി ഓഫ് ഡെസ്റ്റിനേഷൻ ജർമ്മനി, ഐറ്റം നമ്പർ, പ്രൊജക്ട് നെയിം, ടവർ നമ്പർ, ഐറ്റം സെക്ഷൻ, വെയിറ്റ് ഇത് 48,690 കിലോഗ്രാമാണ്. ഇത് ചെറിയ ടവറാണ്, സാധാരണ 82,000 ആണ്, 82 ടണ്ണാണ് വെയിറ്റ് വരുന്നത്. ഇത് ചെറുതാണ്. ലെങ്ത് 33,000, ഡയമീറ്റർ. മെയ്ഡ് ബൈ CS വിൻഡ്, വിയറ്റ്നാം, വെസ്താസ്. അപ്പോൾ നമ്മൾ ഈ കണ്ടതാണ് ഈ ടവേഴ്സിൻ്റെ ഒരു ഇത്. ഈ ടവേഴ്സിൻ്റെ ഈ ടാർപ്പലിനൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ സ്റ്റിക്കർ, ഇവിടെ സ്റ്റിക്കർ ഉണ്ട്, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കാം, അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്ന് കണ്ട. അതാണ് ടവറിൻ്റെ ഉൾഭാഗം. അങ്ങോട്ട് ലാഡറാണ് ശരിക്കും, അറ്റം വരെ ലാഡർ ഉണ്ട്. അത് ടവർ ശരിക്കും പൊസിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഡർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പല പ്ലാറ്റ്ഫോമുകളും ഉണ്ട് കേട്ടോ അതിന്. പിന്നെ ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട്, കണ്ട ട്യൂബ് ലൈറ്റ്, എല്ലാ ഫ്ലോറിലും ഉണ്ട് ലൈറ്റ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ടവറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ കണ്ട, ഇതാണ് ശരിക്കും ഫുൾ സർക്കിൾ ഇത് വരുന്നത്. എന്നിട്ട് ലാഷിംഗ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ടവർ ഇത്തിരി വെയിറ്റ് കൂടുതലാണ്. ഇത് 77,960 kg വരുന്നുണ്ട്. അതായത് ഒരു 78 ടൺ, 82 ടൺ വരെയാണ് ഞാൻ കണ്ടേക്കുന്നത് ഇതിൻ്റെ മാക്സിമം വെയിറ്റ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലും വേറെ ടവർ ഉണ്ട് കേട്ടോ. അത് ചില സ്ഥലത്ത് ഡബിളായിട്ട് 2 ഹൈലി ലോഡ് ചെയ്തിട്ടുണ്ട്, ചിലയിടത്ത് സിംഗിളാണ്. ഇത് സൈസ് ഇത്തിരി വലുതാണ്, അതാണ് സിംഗിളായിട്ട് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇതിനെ പോണ്ടൂൺ എന്ന് പറയും, നമ്മുടെ ഷിപ്പിൻ്റെ ഒരു പാർട്ടാണ്. അത് ആ സംഭവം ഇവിടെ വെച്ചിട്ടാണ്, അതിൻ്റെ മുകളിലാണ് ഈ ടവർ. അല്ലെങ്കിൽ ഈ ടവർ അവിടെ ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിൻഡ് മില്ല് ടവർ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടുള്ള ഇതെന്ന് പറയുന്നത്. പിന്നെ ഇത് ഈ കാണുന്നതാണ് ഹാച്ച് കവർ. ഈ ഹാച്ച് കവറിൻ്റെ ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലും കാർഗോ ഉണ്ട്. ഈ സംഭവത്തിൻ്റെ അടിയിൽ കാർഗോ ഉണ്ട്. ഇങ്ങനെ 5 കാർഗോ ഹോൾഡുണ്ട്. അത് ഫുള്ളി ലോഡഡാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇതാണ് നമ്മുടെ ഷിപ്പ്.